നമസ്തേ. ഇന്ന് നമ്മൾ കേട്ടിട്ട് രജിസ്ട്രേഷൻ എങ്ങനെ ഫോണിലൂടെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. നമ്മൾ ഫോണിലൂടെ ചെയ്യുകയാണെങ്കിലും പുറത്തുനിന്ന് ചെയ്യിപ്പിക്കുകയാണെങ്കിലും നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. തെറ്റുകളൊന്നും പാടില്ല. 10-ാം തീയതി വരെയാണ് കേട്ടറ്റിന് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ഉള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ക്രോമിൽ പോയി കേട്ടറ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം രജിസ്ട്രേഷൻ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാനിത് ഇവിടെ ഫോണിലാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇത് നോട്ടിഫിക്കേഷൻസ് എല്ലാം വായിച്ച് നോക്കിയിട്ടുണ്ടോയെന്നും അതുപോലെ എത്ര പിക്സലൊക്കെ വേണം നമ്മുടെ ഫോട്ടോയ്ക്ക് എന്നുള്ളതൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ വായിച്ചു എന്നുള്ളത് ഉണ്ടെങ്കിൽ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാത്തിലും ടിക്ക് കൊടുക്കുക. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു ന്യൂ രജിസ്ട്രേഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതിലേക്കാണ് നമ്മൾ പോവുക. അതിൽ നമ്മൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചോദിക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ലയെന്ന് എഴുതുക, ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ കാറ്റഗറി ഏത് കാറ്റഗറിയാണ് നമ്മൾ എഴുതുന്നതെന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 1ഉം 2ഉം എഴുതുന്നുണ്ടെങ്കിൽ 2 ഒക്കെ നമ്മൾ 2 കാറ്റഗറി ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ 2ഉം ഒരുമിച്ച് തന്നെ അപ്ലൈ ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ ആപ്ലിക്കേഷനിൽ തന്നെ നമ്മൾ 2ഉം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫീസ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് അടയ്ക്കണം എന്നേ ഉള്ളൂ. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ 2ഉം ഇതിൽ തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഞാനിപ്പോൾ കാറ്റഗറി 4 ആണ് എഴുതുന്നത്. നിങ്ങൾ എന്താ വെച്ചെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാറ്റഗറി 4 ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അതിൽ നമ്മൾ 3 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ 4 ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അതിൽ നമ്മൾ ആദ്യമായിട്ട് മീഡിയം ഏത് എക്സാം എഴുതുമ്പോൾ നമ്മൾ ഏത് ഭാഷയിലാണ് എഴുതുന്നത് എന്ന് കൊടുക്കുക. മലയാളം ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് അത് കൊടുക്കുക. അതിനുശേഷം കാറ്റഗറി ഏതാണെന്ന് കൊടുക്കുക. ആ കാറ്റഗറി നമ്മൾ കൊടുത്തിട്ടുള്ള 4 എന്നുള്ള കാറ്റഗറിയിൽ ഏത് സബ്ജക്റ്റാണ് നമുക്ക് എഴുതേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാനിവിടെ സംസ്കൃതമാണ് കൊടുക്കുന്നത്. അതിനുശേഷം മിനിമം ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചെങ്കിൽ അത് ഇതിൽ നോക്കിയിട്ട് നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്നത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ രജിസ്റ്റർ നമ്പറും യൂണിവേഴ്സിറ്റിയും ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ പഠിച്ചത് എന്നുള്ളതും ഇയർ ഓഫ് പാസിങ്ങും അതുപോലെ നമ്മുടെ പാസിങ്ങിൻ്റെ ശതമാനം പെർസെൻറ്റേജ് എത്രയാണെന്നും എഴുതുക. അതിനുശേഷം നമ്മൾ ഏത് സെൻറ്ററിലാണ് എഴുതുന്നതെന്നാണ് കൊടുക്കേണ്ടത്. നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സെൻറ്റർ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള അതുപോലെ തന്നെ നമ്മുടെ നെയിം കൊടുക്കുക. അതിനുശേഷം മെയിലാണോ ഫീമെയിലാണോ അത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗാർഡിയൻ ആരാണെങ്കിൽ അത് കൊടുക്കുക. പേര് നെയിം കൊടുക്കുക. പിന്നെ നമ്മുടെ റിലീജിയൻ കൊടുക്കുക. കാറ്റഗറി ഏതാണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ OBC ആണോ SC ആണോ അത് കൊടുക്കുക. പിന്നെ നമ്മുടെ കാസ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കൊടുക്കുക. നോർമലാണെങ്കിൽ 500 രൂപയാണ് ഫീസ് വരിക. പിന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൊടുത്തതിന് മൊബൈൽ നമ്പർ കൊടുക്കുക. പിന്നെ ഇമെയിൽ ID കൊടുക്കുക. എക്സാമിനേഷൻ ഫീ അവിടെ തന്നെ നമുക്ക് എൻ്റർ ആയിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ID പ്രൂഫ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ആധാർ കാർഡാണോ അതൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ID പ്രൂഫിൻ്റെ നമ്പറും കൊടുക്കുക. അതിനുശേഷം SLC ഏത് സ്കീമാണെങ്കിൽ CBSE അങ്ങനെ സ്കീം ഏതാണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ റോൾ നമ്പറും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇയറും കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ ഫോട്ടോ അപ്ലോഡ്. ഇവിടെ ഫോട്ടോ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഫോണിൽ കൂടെയാണ് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ അതൊരു സൈറ്റ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ ഫോട്ടോയും വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ സേവ് എന്നുള്ളത് നന്നായിട്ട് ഇത് ശ്രദ്ധിച്ച് ആദ്യം വായിച്ച് നോക്കണം. അതിനുശേഷം സേവ് എന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. അതിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. എന്നിട്ട്
നമുക്കതിൽ കറക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് എഡിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് തിരുത്താവുന്നതാണ്. അതെല്ലാം ഒന്നുമില്ല എന്നുണ്ടെച്ചെങ്കിൽ ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ സബ്മിറ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഡിക്ലറേഷൻ്റെ അവിടെ ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ചെയ്യാം. അതിനുശേഷം പേയ്മെൻറ്റ് നമുക്ക് നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ ചെയ്യാം. നെറ്റ് ബാങ്കിങ് ഗൂഗിൾ പേ വഴിയൊക്കെ ചെയ്യാം. നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടില്ല, ഈ പൈസ നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടില്ല. അപ്പോൾ അതിനുശേഷം പേയ്മെൻറ്റ് കൂടി ചെയ്തതിന് ശേഷം ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക, എന്നാലാണ് രജിസ്ട്രേഷൻ പൂർത്തിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ധന്യവാദः.